നവാഗതനായ ശിവകുമാർ മുരുകേശൻ സംവിധാനം ചെയ്ത് രാധിക ശരത്കുമാർ പ്രധാന വേഷത്തിലെത്തിയ സിനിമയാണ് തായ്ക്കളവി. ഇത് മറ്റേ മധുരയിലെ ഉൾഗ്രാമങ്ങളിലൊക്കെ ഉള്ള ഒരു റൂറൽ പശ്ചാത്തലത്തിൽ അവിടുത്തെ ആൾക്കാർ സംസാരിക്കണം അറിയാമല്ലോ. അമ്പുട്ട് പേരും എന്നത്തൊക്കെ ചൊല്ലുമാങ്കിളുകളോ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കണ അങ്ങനത്തെ ഒരു കൾച്ചറുള്ള ഒരു ഗ്രാമം. ആ ഗ്രാമത്തിലെ ഒരു തൈക്കളവി ആണ് നമ്മുടെ രാധിക ശരത്കുമാർ. ആർക്കും കണ്ണെടുത്താൽ കണ്ടുകൂടാ. വട്ടിപ്പലിശയ്ക്കൊക്കെ പൈസ കൊടുക്കുന്ന, എല്ലായിടത്തും ഒരു ഇതില്ലാതെ അരകണ്ടായിട്ട് നമ്മളെ പരിചയത്തിലൊക്കെ ഗ്രാമങ്ങളിലൊക്കെ ജനിച്ചവർക്ക് അങ്ങനത്തെ ഒരു കളവി എന്തായാലും ആ ഗ്രാമത്തിലുണ്ടാവും. ആർക്കും കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഇങ്ങനെ ഇവർ വരുമ്പോൾ തന്നെ നെഗറ്റീവ് അടിക്കുന്ന ഒരു കഥാപാത്രം, വെറുപ്പിക്കൽ കഥാപാത്രം. അവരെ ഒരു പശ്ചാത്തലം കാണിച്ചുകൊണ്ട് പോവുകയാണ്. അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട്. പൈസ അറുത്തകയ്ക്ക് ഉപ്പ് തയ്ക്കാത്ത പിശുക്കിയായിട്ടുള്ള ഒരു അമ്മച്ചി എന്നൊക്കെ പുറം ലോകം നടിക്കുന്ന ഒരു അമ്മച്ചി കഥാപാത്രം. ഇവരെ മേക്കപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് എടുത്ത് പറയണം കേട്ടോ. ഈ പ്രോസറ്റിക് മേക്കപ്പ് ചെയ്തിരിക്കുന്നത് വിനീഷ് വിജയനാണ് കേട്ടോ. ചെല്ലതൊരു അളങ്കുടി അതാണ് അല്ലാതെ മേക്കപ്പ് ചെയ്യുന്നത്. മേക്കപ്പ് കിട്ടില്ല. ഇവരൊക്കെ ഓൾറെഡി ഉള്ള പ്രായമല്ല, അതിനേക്കാളും ഭയങ്കര ഈ ചെവിയൊക്കെ ഇങ്ങനെ തൂങ്ങി അങ്ങനത്തെ ഒരു പടുക്കളവി ആ ക്യാരക്ടറിലാണ് വന്നിരിക്കുന്നത്. സൗണ്ട് മോഡുലേഷനും ഗംഭീരമായിട്ട് നല്ല അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഡബ് ലിപ്സിങ് ഇടയ്ക്ക് പാടുന്ന പോലെ തോന്നി. അല്ലെങ്കിൽ രാധിക ശരത്കുമാർ അടിപൊളിയാണ്. അങ്ങനെ അവർ ഇങ്ങനെ പോകുന്നു. പെട്ടെന്ന് ഒരു സംഭവം അവിടെ നടക്കുകയാണ്. അതിനെ തുടർന്ന് പടം ഈ ഡാർക്ക് ഹ്യൂമർ വൈബിലോട്ട് പോവുകയാണ്. ഫ്യൂണറൽ കോമഡി പോലത്തെ ഒരു സാധനം. അത് നമ്മളിവിടെ ഒരുപാട് സിനിമകളിൽ വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയാനാണെങ്കിൽ പരിവാർ എന്നുള്ള സിനിമ, അതുപോലെ നാരായണീൻ്റെ 3 ആൺമക്കൾ, ഇതിൻ്റെയൊക്കെ ഒരു വേറൊരു വെർഷൻ പോലത്തെ ഒരു സാധനം. അതിൽ കുറേ കോമഡി കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. പക്ഷേ അവിടുത്തെ കോമഡിയൊക്കെ ഭയങ്കര ഫോഴ്സ്ഡായിട്ട് ഈ മറ്റേ സ്കിറ്റിലൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കും പോലത്തെ ഒരു കോമഡി. ഇത്തിരി പറയുമ്പോൾ കുറേ മക്കളുണ്ട് ഇതിനകത്ത്. ഇവർക്ക് മക്കൾ സിംഗം പുലി മൂത്തത്, അവൻ്റെ കുറേ മറ്റേ രജനീകാന്ത്, കമലഹാസൻ, എന്ത് കോമഡിയാണ്, എന്ത് ചിരിക്കണോ എന്തോ. പിന്നെ അരുൾ ദോസുണ്ട്, അയാൾ അത്യാവശ്യം നൈസായിരുന്നു. പിന്നെ ബാലശരവണ ഒരു പൂക്കട ഉണ്ടാക്കണ ഒരുത്തനാണ് അവന്. പക്ഷെ പൂ കെട്ടാറുണ്ട്. പൂ കെട്ടാതെ പൂക്കട നടത്തി കൊണ്ടുപോകുന്ന ഒരുത്തൈ. അവിടെ കുറേ കോമഡികൾ. പൂ ഇങ്ങനെ കെട്ടുന്നു, ഒരാൾ വന്ന് വാങ്ങിക്കുമ്പോൾ എന്ത് അവരെ തമിഴ് ഓഡിയൻസിൽ ചിരിക്കുമെന്ന് എനിക്കുണ്ട്. എനിക്ക് ഭയങ്കര വെറുപ്പിക്കലായിട്ടാണ് തോന്നിയത്. മുനിഷ്കാന്തിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്. പിന്നെ ഇവരൊക്കെ വച്ചിട്ട് ഫസ്റ്റ് ഹാഫ് ഒന്ന് അവരെ വെച്ച് പിടിക്കാൻ വേണ്ടി നോക്കിയാണ്. അവിടെ കുറച്ച് കോമഡിയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ കുറേ കൂടുതൽ വെറുപ്പിക്കലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇത് ഒരേ സാധനം തന്നെ നീങ്ങാതെ അവിടെ ഇട്ട് കുറേ കോമഡി ഉണ്ടാക്കിയിട്ട് അവിടെ പശ്ചാത്തലം മുന്നോട്ട് പോകുന്നില്ല. ഇവരെന്തിനാണ്, ഇവരുടെ ലക്ഷ്യം എന്താണെന്നുള്ളതൊക്കെ അവിടെ വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ കഥ മുന്നോട്ട് പോകാതെ അവിടെ തന്നെ കുറേ കോമഡി കുത്തിക്കയറ്റി വെച്ചിടത്ത് ഒരു അത്യാവശ്യം നല്ല വലിച്ചിലൊക്കെ ഫീൽ ചെയ്ത് കുറച്ച് വെറുപ്പിക്കലായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫ് എങ്ങനെയൊക്കെ തള്ളിക്കൊണ്ടുപോയി. സെക്കൻഡ് ഹാഫ് തുടങ്ങി കഴിഞ്ഞാൽ പടത്തിൻ്റെ പെർസ്പെക്റ്റീവ് ചേഞ്ച് ആവുകയാണ്. അതായത് ഈ തായ്ക്കളവീൻ്റെ അവരെക്കുറിച്ചുള്ള ഒരു സാധനം മാറി വരുന്നുണ്ട്. അവിടെ പടത്തിൻ്റെ മൂഡും ചെറുതായിട്ട് മാറി കുറേ പുതിയ സാധനങ്ങൾ വരുന്നുണ്ട്. അതായത് ഈ സിനിമയിലെ ഒരു ഇമോഷണൽ ഹൈ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫീൽ ഗുഡ് വൈബിലുള്ള ഒരു ഹൈ മൊമെൻറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഈ സിനിമയിൽ വരുന്നുണ്ട്. എസ്പെഷ്യലി പശ്ചാത്തലം മാറുമ്പോൾ തന്നെ പടം ഒന്ന് കയറുന്നുണ്ട്. ഒരു ആശുപത്രിയിലോട്ട് പടം മാറുകയാണ്. അവിടെ വെച്ചിട്ടുള്ള കുറേ ഡോക്ടർമാരുടെ അടുത്തുള്ള കോമഡി അവിടെ കുറേ അടുത്ത് ചിരിപ്പിക്കാറുണ്ട്. കുറേ ചിരിച്ചിട്ടുണ്ട്. ഇവന്മാരെ ഒരു 3 മണ്ടന്മാർ, ഒരു വിവരമില്ലാത്തവന്മാരെ കൊണ്ട് ഒരു വലിയ ആശുപത്രി പോയിട്ട് അവന്മാർ അവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ, അങ്ങനത്തെ അത് രസമായിരുന്നു. അവിടുത്തെ കുറേ ഞാൻ പറഞ്ഞില്ലേ ഈ കുറേ സംഭവങ്ങൾ. ഈ ഒരു ആംബുലൻസ് സീനുണ്ട്. ആംബുലൻസിനകത്ത് ബാലശരവണൻ്റെ ഒരു കിട്ടില്ല സീന്, വൺ ഓഫ് ദ ബെസ്റ്റ് സീൻ ഇൻ ദ മൂവി. അവിടെ അതുപോലെ മുനിഷ്കാന്ത് അയാളുടെ കാര്യം പറയുന്ന ഒരു സംഭവമുണ്ട്. പിന്നെ നമ്മുടെ റിച്ചൽ റബേക്കാന്നുണ്ട്, മോളായിട്ട് വരുന്ന ഒരു പെങ്കൊച്ചുണ്ട്. ആ പെങ്കൊച്ചിൻ്റെ ഒരു അമ്മച്ചിയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് പറയുന്ന ഒരു സീനുണ്ട്. അത് കിടുവായിരുന്നു. അതുപോലെ പിന്നെ വുമൺ എംപവർമെൻ്റ് ആയിട്ടുള്ള കുറേ രംഗങ്ങൾ. എസ്പെഷ്യലി ഒരു പല്ലാങ്കുഴി അറിയാമോ നിങ്ങൾക്ക്? മറ്റേ മഞ്ചാടി വെച്ചിട്ട് നമ്മളെ പണ്ടൊക്കെ വീട്ടിലുണ്ടായിരുന്ന, ഞാൻ ഒരു വീഡിയോ ഇതിൽ ചെയ്തിട്ടുണ്ട് പല്ലാങ്കുഴി വെച്ചിട്ട് പണ്ട് ചാനലിൽ. ആ പല്ലാങ്കുഴി വെച്ചിട്ട് വുമൺ എംപവർമെൻറ്റിനെ കുറിച്ച് ഒരു സാധനം കമ്പയർ ചെയ്ത് അത് കിട്ടു സാധനമായിരുന്നു. ഇത് മോട്ടിവേഷൻ ക്ലാസ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. അതാണ് എൻ്റെ രസം. അത് നല്ല പവർ ഉണ്ടായിരുന്നു അതിന്. അതിലുള്ള ഡയലോഗ് നല്ല കുറുക്കി കൊള്ളുന്ന സാധനമായിരുന്നു. അങ്ങനെ സെക്കൻഡ് ഹാഫ് മൊത്തത്തിൽ വേറൊരു സെറ്റായിരുന്നു. നല്ല ഹൈ ആയിട്ട് നല്ല എൻജോയ് ചെയ്ത് കണ്ടിരുത്തിട്ടുള്ള. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഹാഫിലെ ഈ ഒരു വെറുപ്പിക്കൽ പരിപാടിയൊക്കെ നമ്മളവിടെ അങ്ങ് മറക്കും. ആ രീതിയിൽ സെക്കൻഡ് ഹാഫ് ചെയ്തു വെച്ചിട്ടുള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇതിൽ നിങ്ങൾ തമിഴ് അത്യാവശ്യം പടം പോകുന്നുണ്ട്. ഭയങ്കര ഒരു ബഹള കയോസൊക്കെയാണ്. അപ്പോൾ ഈ തമിഴ് ലാംഗ്വേജ് ഇതൊക്കെ ആകുമ്പം നിങ്ങൾക്ക് അത് മനസ്സിലാവാത്തവരാണെങ്കിൽ നിങ്ങൾ തലവാക്കിയായിരിക്കും നല്ലത്. അല്ലാതെ ഇങ്ങനത്തെ നിങ്ങൾക്ക് ഇഷ്ടമാണ് ആ ഒരു റൂട്ട് ലെവലിൽ നിന്നിട്ടുള്ള സിനിമകൾ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാനുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് ഈ പടം ഫീൽ ചെയ്തത്. ഇതിൽ പിന്നെ അഭിനയിച്ചിട്ടുള്ളത് ഇളവരസ് ഒരു ചെറിയ ക്യാമിയോ പോലെയാണ്. പക്ഷേ ഇളവരസ് പൊളിയായിരുന്നു, ചിരിപ്പിച്ചിട്ടുണ്ട് ഇളവരസ്.
അതുപോലെ ജോർജ് മരിയ വന്ന് പോകുന്നുണ്ട്. പിന്നെ മുത്തുകുമാർ, ഇവരൊക്കെ തന്നെയാണ് പ്രധാന വേഷത്തിലെത്തിയത്. അതിൽ ഈ മറ്റേ ഒരു കള്ളുകുടിയൻ കിടില ഒരു കറുപ്പൻ്റെ സഹായിയായിട്ടുള്ള ഒരു കള്ളുകുടിയനുണ്ട്. അവരുടെ കോംബോ പരിപാടിയൊക്കെ രസിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന ഒരു സിനിമ. ഇതിൻ്റെ മ്യൂസിക് നവാസ് കെ പ്രസൻ്റെ. പാട്ടൊന്നുമില്ല, മ്യൂസിക് വലിയ ഗുണമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ. വിവേക് വിജയകുമാറിൻ്റെ ഡയറക്ടർ ഫോട്ടോഗ്രാഫി നന്നായിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇതാണ് സംഭവം. ഇത് തിയേറ്ററിൽ നിർബന്ധമായിട്ട് പോയി കാണുന്ന സിനിമയായിട്ടൊന്നും എനിക്ക് തോന്നിയൊന്നുമില്ല. നിങ്ങൾക്കിങ്ങനെ സിനിമകൾ ഫ്യൂണറൽ കോമഡി, ഡാർക്ക് ഹ്യൂമർ, അങ്ങനത്തെ പരിപാടികളൊക്കെ ഇഷ്ടമാണ്, തമിഴ് കൾച്ചറിലുള്ള, തമിഴിൻ്റെ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന തമാശകളുള്ള ഒരു ചെറിയ സിനിമകൾ കാണാൻ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്കിത് കൺസിഡർ ചെയ്യാവുന്ന സിനിമയാണെന്നാണ് തായ്ക്കളവിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എന്തരാ വരട്ടെ.